ഏതൊരു പുരുഷന്റെയും ജീവിത വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയുടെ ശക്തമായ സ്വാധീനമുണ്ടാകും എന്ന് കേട്ടിട്ടില്ലേ? ആ സ്ത്രീ ഒരുപക്ഷേ അമ്മയാകാം, സഹോദരിയാകാം, ഭാര്യയാകാം, അധ്യാപികയാകാം, വല്യമ്മച്ചിയാകാം, ഉത്തമയായ സുഹൃത്താകാം. അതുപോലെ ഒരു പുരുഷനെ മനുഷ്യമൃഗമാക്കി തീർക്കുവാനും ഒരു സ്ത്രീയുടെ സ്വാധീനത്തിന് കഴിയും. വിവേകശൂന്യതയോടുകൂടി പ്രവർത്തിച്ച് ജീവിതത്തിൽ നാശം കൊയ്ത ഇസബേൽ എന്ന ദുഷ്ട സ്ത്രീയെ കുറിച്ചോ, വിവേകത്തോടും താഴ്മയോടും സൗമ്യഭാവത്തോടും ജീവിച്ച് അനുഗ്രഹം സിദ്ധിച്ച വിശുദ്ധ കന്യക മറിയമിനെ കുറിച്ചുമാണ് ഈ പ്രഭാതത്തിലെ ചെറിയ ചിന്ത. ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട് പ്രവാചകനാൽ അഭിഷേകം പ്രാപിച്ച ആഹാബ് രാജാവിന്റെ ഭാര്യ ഇസബേൽ ഭർത്താവായ രാജാവിനെയും അവർക്കുണ്ടായ 70 മക്കളെയും അവർക്ക് ദൈവം നൽകിയ രാജ്യത്തെയും തൻ്റെ പിടിവാശിയും കുശാഗ്രബുദ്ധിയും അഹങ്കാര മനസ്സും ബുദ്ധിശൂന്യതയും മൂലം തകർത്തു തരിപ്പണമാക്കി. സോരിലെ രാജാവായിരുന്ന എക്ബാലിന്റെ ഏക പുത്രിയായിരുന്നു അഹങ്കാരിയായ ഇസബേൽ രാജ്ഞി. ഇസ്രായേൽ മക്കൾ പാർക്കുന്ന കനാൻ ദേശത്തിന്റെ അയൽ രാജ്യമാണ് സോർ. സോറിലെ രാജാവായിരുന്ന എക്ബാലിന് അയൽ രാജ്യമായ ഇസ്രായേൽ രാജ്യത്തിന്മേൽ ഒരു കണ്ണുണ്ടായിരുന്നു. എന്നാൽ സോർ രാജാവായ എക്ബാലുമായി തന്ത്രപൂർവം ആഹാബ് സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുകയും അങ്ങനെ എക്ബാലിന്റെ പുത്രി ഇസബേലിനെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ അഹങ്കാരിയും അധികാരമോഹിയും തന്നിഷ്ടക്കാരിയുമായ ഇസബേൽ ഭർത്താവിനെ പോലും തന്റെ വരുതിക്ക് നിർത്തുവാൻ ഉത്സാഹം കാണിച്ചു. അക്ഷരാർത്ഥത്തിൽ ഭാര്യയുടെ വാക്കുകൾ പഞ്ചപുച്ഛമടച്ച് അനുസരിച്ച മഹാരാജാവായിരുന്നു ആഹാബ് രാജാവ്. അദ്ദേഹത്തിന് ലഭിച്ച ദുരന്തം എത്ര ശക്തമാണെന്നോ 2 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം മുതൽ നാം പരിശോധിച്ചാൽ ആഹാബിന്റെ ദുഷിച്ച ഭരണത്തിന് ആക്കം കൂട്ടുവാനും ആഹാബിന്റെ 70 പുത്രന്മാരെ ശത്രു രാജാക്കന്മാർ നിഗ്രഹിച്ച് ഇസ്രായേൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ ശരീരഭാഗങ്ങൾ വിതയ്ക്കുന്നതിനും ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവിനെതിരെ പടയൊരുക്കുവാനും സത്യദൈവമായ യഹോവയുടെ സത്യ ആരാധനയെ നിരോധിച്ച് ബാലിന്റെ ദൈവത്തിന് മന്ദിരം കെട്ടിപ്പടുക്കുവാനും എന്തിനേറെ പറയണം, ദൈവജനത്തെ ദുഷിച്ച വഴിത്താരയിൽ നടത്തുവാൻ ശ്രമിച്ച ഇസബേലിന്റെ അന്ത്യം അതിലും ദാരുണമായിരുന്നു. 2 രാജാക്കന്മാർ 9-ാം അധ്യായം 35-ാം വാക്യത്തിൽ അവളുടെ ശവസംസ്കാരത്തെക്കുറിച്ച് പറയുന്ന ഭാഗം വളരെ ശ്രദ്ധേയമാണ്. അവളുടെ തലമണ്ടയും കാലുകളും കൈപ്പത്തിയും അല്ലാതെ മറ്റൊന്നും അവിടെ കണ്ടില്ല. ഉയർന്ന കെട്ടിടത്തിൽ നിന്നും നിലം പതിച്ച ഇസബേലിന്റെ ശരീരഭാഗങ്ങൾ നായ്ക്കൾ ആഹാരമാക്കി. ദൈവദാസനായ പ്രവാചകന്റെ രക്തം നാളെ നായ്ക്കൾ നക്കും എന്ന് പ്രഖ്യാപിച്ച ഇസബേലിന്റെ രക്തവും ശരീരവും അവൾ പറഞ്ഞ അതേ സമയത്ത് തന്നെ നായ്ക്കൾ നക്കിത്തുടച്ചു എന്ന സത്യം തിരുവചനത്തിലൂടെ നാം കാണുകയാണ്. സ്ത്രീ ഐശ്വര്യമാണെന്ന് ഹൈന്ദവ പാരമ്പര്യം പഠിപ്പിക്കുമ്പോൾ ബുദ്ധിമതിയായ സ്ത്രീ കുടുംബത്തിന്റെ നടുംതൂണാണെന്നും പുരുഷന്റെ ശോഭയാണെന്നും ശലോമോൻ പറയുന്നു. ആധുനിക കുടുംബങ്ങളിലും കലഹം വിതയ്ക്കുന്ന വിത്തുകളായി ഇന്ന് പല സ്ത്രീകളും രൂപപ്പെടുന്നുണ്ട്. സഹോദര ബന്ധത്തിനിടയിൽ അതിശക്തമായ അകൽച്ച സൃഷ്ടിക്കുവാൻ ഇന്ന് പല സ്ത്രീകളും ശ്രമിക്കുന്നുണ്ട്. അതിന്റെ അനന്തര ഫലമെന്ന് പറയുന്നത് ദുഃഖകരമായ ഒന്നായിരിക്കും. തീർച്ചയായിട്ടും അവർ വിതയ്ക്കുന്ന വിത്തിന്റെ യഥാർത്ഥ പ്രതിഫലം അവർ തന്നെ കൊയ്തു കൂട്ടും എന്ന സത്യം ഇസബേലിന്റെ ചരിത്രത്തിലൂടെ നാം പഠിക്കുകയാണ്. വിശുദ്ധ കന്യക മറിയമും എലിസബത്തും നമുക്ക് ശ്രേഷ്ഠ മാതൃകകളാണ്. ക്രിസ്തു എന്ന ലോകരക്ഷകനെ ലോകത്തിന് നൽകുന്ന സുന്ദരമായ ചിത്രമാണ് പുൽക്കൂട്ടിൽ വിശുദ്ധ കന്യക അമ്മയുടെ മടിയിൽ കിടക്കുന്ന ക്രിസ്തു. കാവലായി പരിശുദ്ധനായ യൗസേപ്പ് പിതാവുമുണ്ട്. വിശുദ്ധ മറിയത്തിലെ ആഴമായ ആത്മവിശുദ്ധിയും താഴ്മയും സൗമ്യതയുമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിലൂടെ ലോകം കണ്ടത്. ദൈവം തൻ്റെ പുത്രനെ ജനിക്കുവാൻ അതിശ്രേഷ്ഠ വ്യക്തിത്വത്തെ മാത്രമേ തെരഞ്ഞെടുക്കൂ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന് ഒരിക്കലും തെറ്റുപറ്റിക്കൂടാ. മനുഷ്യകുലത്തിലെ അതിശ്രേഷ്ഠ വ്യക്തിപ്രഭാവമാണ് വിശുദ്ധ മറിയമിൽ പിതാവ് കണ്ടത്. ഇസബേൽ എന്ന അഹങ്കാരിയായ സ്ത്രീയാൽ ദൈവജനം നാശത്തിന്റെ കുഴിയിലേക്ക് പതിച്ചുവെങ്കിൽ അതിശ്രേഷ്ഠ വ്യക്തിത്വത്തിന്റെ ഉടമയായ വിശുദ്ധ കന്യക മറിയമിലൂടെ
ദൈവം ജനിച്ചു. രക്ഷാ പദ്ധതിയിലേക്ക് എല്ലാ മനുഷ്യകുലത്തെയും ആ വിശുദ്ധ അമ്മ ഉയർത്തി. ഹൗവ നഷ്ടമാക്കിയ പറുദീസ വിശുദ്ധ കന്യാമറിയമിലൂടെ അവതരിച്ച ക്രിസ്തു നേടിത്തന്നു. ഒരു ശുഭദിനം എവർക്കും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി.